നമസ്കാരം. സംവാദത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. സംവാദം ഇന്ന് എത്തി നിൽക്കുന്ന നിയോജക മണ്ഡലം, ലോക്സഭാ മണ്ഡലം എന്ന് പറയപ്പെടുന്നത് കോഴിക്കോടാണ്. കോഴിക്കോടിന് പ്രത്യേകിച്ച് എടുത്തു പറയത്തക്ക ഒരു മുഖമെന്ന് പറയപ്പെടുന്നത് പലപ്പോഴും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു മണ്ഡലം. മാത്രമല്ല ആ മണ്ഡലത്തിൽ വിജയിച്ച ഇപ്പം ഈ അവസാനം 2009 തൊട്ടിങ്ങോട്ട് 3 തവണ ഹാട്രിക് വിജയം നേടിയിട്ടുള്ളത് രാഘവേട്ടനാണ്, എം കെ രാഘവൻ. പിന്നൊന്ന് ആ മണ്ഡലത്തിൽ പലപ്പോഴും എം പി വീരേന്ദ്രകുമാറിൻ്റെ സ്വാധീനം പലപ്പോഴും ഉണ്ടായിരുന്നു. അതിനുമുമ്പ് കെ മുരളീധരൻ 3 പ്രാവശ്യത്തോളം കോഴിക്കോട് നിന്ന് മത്സരിച്ചിട്ടുണ്ട്. ഇങ്ങനെ കോൺഗ്രസിന് വലിയ പ്രാധാന്യമുള്ള അങ്ങനെയുള്ളൊരു മണ്ഡലമാണ് ഈ കോഴിക്കോട്. ഇപ്പോഴും നമ്മൾ കോഴിക്കോട് മണ്ഡലത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടുത്തെ സ്ഥാനാർത്ഥികൾ എന്ന് പറയപ്പെടുന്നത് അല്ലെങ്കിൽ നിൽക്കുന്ന ഇപ്പോഴത്തെ സ്ഥാനാർത്ഥികൾ CPIM-നെ പ്രതിനിധീകരിച്ചുകൊണ്ട് എളമരം കരീമാണ്, CAT-യുടെ നേതാവ്. മറ്റൊന്ന് എം കെ രാഘവൻ തന്നെ കോൺഗ്രസിന് വേണ്ടി മത്സരിക്കുന്നു എന്നുള്ളത് വളരെ പ്രത്യേകത. MT രമേശ് കാരണം MT രമേശ് വളരെ മാന്യനായ BJP-യുടെ മുഖമാണ്. അങ്ങനെയുള്ള ഒരു ആളാണ് MT രമേശ്. കൂടാതെ ഏകദേശം 11ഓളം വരുന്ന സ്വതന്ത്രർ അടക്കമുള്ളവർ മത്സരിക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് കോഴിക്കോട് എന്ന് പറയപ്പെടുന്നത്. കോഴിക്കോടിന് കഴിഞ്ഞ പ്രാവശ്യം പ്രകാശ് ബാബു മത്സരിച്ചപ്പോഴൊക്കെ ഏകദേശം 1,68,000-ലധികം വോട്ട് BJP-ക്ക് നേടാൻ കഴിഞ്ഞ മണ്ഡലമാണ്. അപ്പോൾ പ്രകാശ് ബാബുവിന് അങ്ങനെ നേടിയെടുക്കാൻ കഴിഞ്ഞെങ്കിൽ MT രമേശിന് നല്ല രീതിയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ പറ്റുന്ന ഒരു മണ്ഡലമാണ്. പിന്നെ സ്വാഭാവികമായിട്ടും എം കെ രാഘവൻ എന്ന് പറയപ്പെടുന്ന ഒരു വ്യക്തി എനിക്ക് തോന്നുന്നു കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലും അദ്ദേഹം ഒരു പ്രദീപ് കുമാറിനോട് 1,61,000 ഏകദേശം 85,225 ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചിട്ടുള്ളത്. വലിയ മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും അങ്ങനെ വിജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 2014-ലാണെങ്കിലും അതുപോലെ ഏകദേശം 16,883 വോട്ടിൽ നിന്നാണ് 67,000 എത്തപ്പെടുന്നത്. മറ്റൊന്ന് അതിനു മുമ്പ് എം കെ രാഘവൻ 2009 മത്സരിച്ചിരുന്നപ്പോൾ ഏകദേശം 838 വോട്ടിൻ്റെ മാർജിനിലാണ് വിജയിക്കുന്നത്. അതായത് തുടർച്ചയായി ലീഡ് നില ഉയർത്തിക്കൊണ്ടിരിക്കുക. സാധാരണഗതിയിൽ ഒരു MP ആ വികസന പ്രവർത്തനങ്ങൾ നടത്തിയില്ലെങ്കിൽ അടുത്ത തവണ കുറയുന്നതാണ് വോട്ട്. പക്ഷേ വികസന പ്രവർത്തനങ്ങളൊന്നും കാര്യമായും ചെയ്തില്ലെങ്കിലും ജനങ്ങളുടെ ഇടയിൽ സ്വീകാര്യനാകാൻ രാഘവന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ അതിൻ്റെ ഏറ്റവും വലിയ പ്രതികരണം ഇപ്പം ഈ ജനസഭകൾ, ഈ നമ്മുടെ ഈ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ വോട്ട് കവലകൾ എന്നൊക്കെ പറഞ്ഞ ഡിബേറ്റുകൾ റോഡിലൊക്കെ വെച്ച് നടത്തുന്ന സംഭവമുണ്ട്. അവിടെയൊക്കെ പക്ഷേ എം കെ രാഘവന് ലഭിക്കുന്ന സ്വീകാര്യത വലിയ മികച്ചതാണ്. പക്ഷേ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ പ്രാവശ്യം പ്രദീപ് കുമാറായിരുന്നു, നമുക്കറിയാം കോഴിക്കോടിൻ്റെ MLA പ്രദീപ് കുമാർ എപ്പോഴും കുറച്ചുകൂടെ ജനകീയനായിട്ടുള്ള ഒരു നേതാവാണ്. അദ്ദേഹത്തിന് തളയ്ക്കാൻ കഴിയാത്ത ഒരാളാണ് എം കെ രാഘവൻ എന്ന കോഴിക്കോട്ടുകാരുടെ രാഘവേട്ടൻ. അതുകൊണ്ട് തന്നെ രാഘവേട്ടന് വളരെ വോട്ടുകൾ ലഭിക്കുന്നു. അവിടുത്തെ കോഴിക്കോടുകാർ സ്ഥിരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് പോലും ചിലപ്പോൾ രാഘവേട്ടന് അനുകൂലമാകുന്ന കോൺഗ്രസിന് അനുകൂലം. നമുക്ക് വളരെ പ്രധാനപ്പെട്ട കോൺഗ്രസിന് ഉറപ്പിക്കാവുന്ന മണ്ഡലങ്ങളിൽ ഒന്ന് തന്നെയാണെന്ന് തോന്നുന്നു. കാരണം എളമരം കരീമിനെ സംബന്ധിച്ച് അവിടെ ഒന്നും കാര്യമായി ചെയ്യാനുള്ള സ്വീകാര്യതയുടെ ഒരു പ്രശ്നമുണ്ട്. ആ സ്വീകാര്യത വളരെ കുറഞ്ഞ ഒരു നേതാക്കളിൽ ഒരാളാണ് എളമരം കരീം. അവിടെ എന്നിട്ട് അവർ ചെയ്തു വെച്ചതെന്ന് വെച്ചാൽ ഈ രാഘവേട്ടൻ എന്ന് വിളിക്കുന്നത് എം കെ രാഘവൻ പറഞ്ഞിട്ടാരും രാഘവേട്ടൻ വിളിക്കുന്നില്ല. അവിടുത്തെ ജനങ്ങൾ അദ്ദേഹത്തിന് കൊടുത്തൊരു ഈ നമ്മൾ കൊടുക്കില്ല ഒരു സർനെയിം കൊടുക്കുമെന്ന് പറയപ്പെടുന്ന പോലെ അങ്ങനെ അവർ വിളിച്ചു ശീലിച്ച പേരാണ് എം കെ രാഘവൻ എന്നുള്ളത് രാഘവേട്ടനാകുന്നത്. പക്ഷെ അവിടെയൊക്കെ ഇപ്പോൾ എളമരം കരീമിൻ്റെയൊക്കെ ബോർഡ് ചുവരെഴുത്തുകളിൽ വെച്ചിരിക്കുന്നത് കരീം ഖാൻ, കരീംഖാക്ക് വോട്ട് ചെയ്യുക. ആരും അങ്ങനെ കരീംഖാൻ വിളിക്കാറില്ല, സഖാവാണ് എപ്പോഴും. അത് അവിടെ നമ്മൾ പിണറായി വിജയൻ പോലും വിജയേട്ടാന്ന് വിളിച്ച ശൈലജയെ അട്ടിപ്പായിക്ക് നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് അങ്ങനത്തെ ഒരു രീതിയൊന്നും വെച്ച് അത് പഴയ കാലത്ത് വിളിച്ചിരുന്ന ഏട്ടാന്ന് വിളിച്ചുകൊണ്ടിരുന്നവർ പോലും അല്ലെങ്കിൽ വിജയേട്ടാന്ന് വിളിച്ചുകൊണ്ടിരുന്നവർക്ക് പോലും വിളിക്കാൻ പറ്റാത്ത രീതിയിൽ സഖാക്കന്മാരെല്ലാം മാറിക്കഴിഞ്ഞിരിക്കുന്ന കാലഘട്ടത്തിലാണ് രാഘവേട്ടനെ കണ്ടുകൊണ്ട് കരീംഖയായി മാറാനുള്ള ശ്രമം നടത്തുന്നത്. അതൊരു CPM-ന്റെ ഒരു പ്രത്യേക യാതൊരു നാണോ മാനോ ഇല്ല, എന്തും ചെയ്യും എന്നുള്ളൊരു അവസ്ഥയിലാണ് CPM ഇപ്പോൾ. അവരത് ചെയ്യുമ്പോൾ ഞങ്ങൾ ഇത് കൂടി ചെയ്ത് അതിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നില്ല. സത്യം പറഞ്ഞാൽ പലപ്പോഴും ഇടതുപക്ഷത്തിന് അതുപോലെ സഖാവ് സുനിലിനെ ഇതുപോലെ തന്നെ സുനിച്ചേട്ടൻ എന്നാക്കി മാറ്റിയിട്ടുണ്ട്. അങ്ങനത്തെ ഒരു ട്രെൻഡിലേക്ക് അതിലെനിക്ക് ഏറ്റവും ഇതായിട്ട് തോന്നിയിട്ടുള്ളവരുണ്ട്. പണ്ട് നമ്മുടെ രാജഗോപാലൻ രാജേട്ടൻ ഒരു പക്ഷെ BJP-യുടെ ഒരു അല്ലെങ്കിൽ RSS-ന്റെ ഒരു കൾച്ചറാണ് ഈ ചേട്ടാ ചേച്ചി എന്നുള്ള വിളി. RSS-ന്റെ ഒരു കൾച്ചറായിരുന്നു. അത് കണ്ട് അനുകരിച്ചതാണെന്ന് തോന്നുന്നു. ഇപ്പൊ രാജേട്ടൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു വയസ്സുള്ള കുട്ടി മുതൽ 90 വയസ്സുള്ളവർ രാജേട്ടനെ രാജേട്ടാൻ തന്നെയാണ് വിളിക്കുന്നത്. ഇപ്പോൾ കുമ്മനത്തിനെയാണെങ്കിൽ എല്ലാവരെയും അങ്ങനെയൊക്കെ തന്നെയാണ്. BJP-യുടെ ഒരു കൾച്ചർ, RSS-കാരുടെ ഒരു കൾച്ചർ. ഇപ്പൊ നമ്മൾ ചെന്നാലും നമ്മളെയും ചേട്ടാ ചേച്ചി എന്നൊക്കെ കാര്യാലയത്തിലുള്ളവർ വിളിക്കുന്ന ഒരു കൾച്ചർ അവർക്കുണ്ട്. ആ കൾച്ചർ ഡെവലപ്പ് ചെയ്താൽ തോന്നുന്നു ഏട്ടന് ചേച്ചി വിളിയൊക്കെ വന്നിരിക്കുന്നതാണ്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ആകാനാണ് സാധ്യത. അത് ഒരു കേട്ടുകേൾവി ആയത് രാജേട്ടനുമായിട്ട് ബന്ധപ്പെട്ട
ഒന്നാമതായാലും തൃശ്ശൂരുകാർക്കും ഈ നമ്മുടെ കോഴിക്കോടുകാർക്കും ഒക്കെ ഈ ഏട്ടാവിളി കുറച്ച് കൂടുതലാണ്. അവരതിനോട് അത് ഈ മനസ്സിൽ നിന്ന് വിടുന്നതാണ്. നമുക്കറിയാലോ തൃശ്ശൂരൊക്കെ ചെന്ന ഒരു സിനിമയിൽ തന്നെ പറയുന്നില്ല, യേശുവിനെ പോലെ യേശുവട്ടാന്ന് വിളിക്കുന്ന തൃശ്ശൂരിന് അങ്ങനെ പ്രത്യേകതയുണ്ട്. അങ്ങനെ വിളിക്കുന്ന പോലെ തന്നെയാണ് കോഴിക്കോടിലുള്ള ജനങ്ങളും രാഘവേട്ടനെ ബഹുമാന പുരസരം കൂടി ആരാധനായ എം കെ രാഘവനെ രാഘവേട്ടൻ വിളിക്കുന്നത്. ആ സ്വാധീനത അതിപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ 2009 അദ്ദേഹം ആദ്യമായിട്ട് മത്സരിക്കാൻ വരുമ്പോൾ കിട്ടുന്നത് 837 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ്. എനിക്ക് തോന്നുന്നു അന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഏറ്റവും കുറവ് ഭൂരിപക്ഷം കിട്ടിയിട്ടുള്ള ഒരു ആളാണ് അന്ന് എം കെ രാഘവൻ. പക്ഷേ എം കെ രാഘവൻ്റെ പ്രവർത്തനങ്ങൾ, ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിക്കുവാൻ അദ്ദേഹം കാണിച്ച ഒരു വർദ്ധിത വീര്യം, ഇതൊക്കെ അദ്ദേഹം വളരെ കൃത്യമായിട്ട് ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് രണ്ടാമത്തെ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ, അതായത് 14ലേക്ക് തെരഞ്ഞെടുപ്പിലേക്ക് എത്തപ്പെടുമ്പോൾ സ്വീകാര്യനാവുകയാണ്. അതെ, ഏകദേശം ഈ പറഞ്ഞ പോലെ 18,000-ത്തിലധികം വരുന്ന ഒരു മാർജിനിലേക്ക് 800, 18,000, 80,000 എന്ന മാർജിനിലേക്ക് 3 തെരഞ്ഞെടുപ്പുകളിലായി അദ്ദേഹത്തിന് മാറാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് വലിയ നേട്ടം തന്നെയാണ്, സ്വീകാര്യ തന്നെയാണ് ജനങ്ങളുടെ. പ്രത്യേകിച്ച് അവിടെ നിൽക്കുന്ന എം പി എന്ന രീതി. ഇപ്പോൾ നല്ലൊരു സ്ഥാനാർത്ഥി, ഇപ്പോൾ ശശി തരൂരിന്റെ കാര്യമാണെങ്കിലും 3 തവണ ഉണ്ടായപ്പോഴും ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ നിന്ന് കുറച്ച് വോട്ട്, രണ്ടാമത്തേതിൽ നെക്ക് ടു നെക്ക് ഫൈറ്റ് ആയിരുന്നു. മൂന്നാമത് കുമ്മനം രാജശേഖരൻ വന്നതുകൊണ്ടാണ് ഒരുപക്ഷെ ആ സമയത്ത് ഒന്നുകൂടെ ജാഗ്രതയോടുകൂടി ഇവിടെയുള്ളവർ BJP ജയിക്കരുത് എന്നൊരു പ്രശ്നത്തിൽ അങ്ങനെ ഒരു ജാഗ്രത രണ്ടുപേരും തമ്മിൽ ഉണ്ടായിരുന്നു. ആ ജാഗ്രതയുടെ ഫലമാണ് അതാണ്ട് 1 ലക്ഷത്തിലേറെ വോട്ടുകൾക്ക് പിന്നീട് 99,000 ശിഷ്ടം വോട്ടുകൾക്കാണ് 990 ശിഷ്ടം വോട്ടുകൾക്കാണ് അന്ന് ശശി തരൂർ ജയിച്ചത്. പക്ഷേ ശശി തരൂരിന്റെ സ്വീകാര്യത നന്നായി ഇടിഞ്ഞിരിക്കുന്നു. ഇത്തവണ വെള്ളം കുടിക്കുകയാണ് ശശി തരൂർ. അപ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാനും പറ്റുന്നുണ്ട്. അത് മണ്ഡലങ്ങളിൽ, അതായത് നല്ലൊരു മികച്ച സ്ഥാനാർത്ഥി വന്നപ്പോൾ ഉണ്ടായ മാറ്റമാണത്, രാജീവ് ചന്ദ്രശേഖർ വന്നപ്പോൾ. പക്ഷേ അത് കോഴിക്കോട് അങ്ങനൊരു സംവിധാനമില്ല. പക്ഷെ എങ്കിലും ത്രികോണ മത്സരം തന്നെയാണ്. MT യുടെ വന്നതോടുകൂടി കുറച്ചുകൂടി എളമരം കരീം CITയുടെ നേതാവാണ്. തൊഴിലാളി വർഗ പ്രസ്ഥാനവുമായി ഏറ്റവും കൂടുതൽ മുൻപിൽ നിൽക്കുകയും അവരോടൊപ്പം യോജിച്ച് നിൽക്കുകയും കോഴിക്കോട് അങ്ങാടിയിലും അടുത്ത ചാലമാർക്കലിലും വലിയ നേതാവാണ് പുള്ളി എളമരം. അത്തരത്തിലുള്ള സ്വാധീനമൊക്കെ അദ്ദേഹത്തിന് ഉണ്ടെങ്കിലും പക്ഷെ ജനഹൃദയങ്ങളിൽ കഴിയുന്ന ഒരു നേതാവല്ല എളമരം കരീം. കാരണം രാജ്യസഭാ MP ആയിരിക്കുമ്പോഴൊന്നും അത്തരത്തിലുള്ളൊരു സമീപനമൊന്നും സ്വീകരിച്ചിട്ടില്ല. പിന്നെ ഇവരുടെയൊക്കെ ഈ CPM-കാരുടെ മുഖമുദ്ര എന്ന് പറയപ്പെടുന്നത് ധാർഷ്ട്യമാണ്. അത് ഈ അച്ഛൻ ഇങ്ങനെ ചെയ്താൽ ഞങ്ങൾ അങ്ങനെ ചെയ്യുമെന്ന് പറയപ്പെടുന്ന മക്കളെ പോലെ പിണറായി വിജയൻ ഇങ്ങനെയാണ് ധാർഷ്ട്യം കാണിക്കുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അണികളായിട്ട് എത്തപ്പെടുന്നവർ അല്ലെങ്കിൽ അവരോടൊപ്പം ചേർന്ന് നിൽക്കപ്പെടുന്നവർ മറ്റുള്ള സഖാക്കളും ഒക്കെ ആ തരത്തിലാകുന്നു. അതിനൊരു അപവാദമാകുന്നത് ചേലക്കരയുടെ രാധാകൃഷ്ണൻ മാത്രമാണ്. ആലത്തൂരിൽ മത്സരിക്കുന്നുണ്ട്. അദ്ദേഹം മാത്രമാണ് അതിൽ നിന്ന് ഒരു അല്പം വിഭിന്നനായിട്ട് നിൽക്കുന്നത്. കാരണം അങ്ങനെ ജനങ്ങളോട് ഒരിക്കലും ക്ഷുഭിതനായി സംസാരിക്കുകയോ കണക്കുപുറത്തെന്ന് പറയുന്ന വാചകങ്ങൾ പറയുവാനോ ഒന്നും ശ്രമിക്കാത്ത ലളിത ജീവിതം നയിക്കുന്നത്. അദ്ദേഹം ചിലപ്പോൾ കമ്മ്യൂണിസം എന്താണ് എന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം. പക്ഷേ ഇവിടെ കോഴിക്കോട് എത്തുമ്പോൾ ഈ എളമരിക്കാക്ക് കരീമിക്കാക്ക് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം. പക്ഷെ അതിലൊക്കെ ജനകീയനാണ് MT രമേശ്. MT രമേശിനെ വളരെ പ്രധാനപ്പെട്ട BJP-യിലെ തന്നെ ഏറ്റവും വ്യക്തിത്വമുള്ള ഒരു മുഖമാണ്. ഇപ്പൊ ഒരുപക്ഷെ കൂടുതൽ ആൾക്കാരെ ഒന്ന് എൻകറേജ് ചെയ്യാൻ K. സുരേന്ദ്രൻ ഒരു കാലത്ത് കഴിഞ്ഞിരുന്നു, ഒരു യുവ നേതാവ് എന്ന രീതിയിൽ. പക്ഷെ MT രമേശിന്റെ ഒരു ഗുണമെന്ന് ചോദിച്ചാൽ MT രമേശ് എല്ലാ തരം ആൾക്കാർക്കും ഒരു പക്വതയോടുകൂടി കാര്യങ്ങളെ നോക്കി കാണുന്നതാണ്. ഇന്ന് വരെ BJP-യിൽ ട്രോളിന്, അതായത് O. രാജഗോപാൽ പോലും ട്രോളുകളുടെ പാത്രമാവുമ്പോഴും MT രമേശ് ഒരിക്കലും ഒരു ട്രോളന്മാരുടെ ഒരു നേതാവായിട്ടില്ല. വളരെ കൃത്യമായി രാഷ്ട്രീയം പറയുന്ന, വളരെ ഷാർപ്പായി രാഷ്ട്രീയം പറയുന്ന, ഏത് വിഷയത്തെക്കുറിച്ച് ചോദിച്ചാലും ബഹളമോ ഒച്ചയോ ഒന്നുമില്ലാതെ വളരെ ഷാർപ്പായി കാര്യങ്ങളെ വിലയിരുത്തുന്ന, രാഷ്ട്രീയം തന്നെ ഷാർപ്പായി വിലയിരുത്തുന്ന ഒരാളാണ്. വളരെ പ്രഗത്ഭരായ ഒരു നേതാവ്, ഒരു മാന്യതയുള്ള വ്യക്തിത്വം, ഒരു പ്രഗത്ഭരായ നേതാവ്, ലളിത ജീവിതത്തിനുടമയായ ഒരാൾ. അങ്ങനെ നമുക്ക് MT രമേശിനെ വിലയിരുത്തേണ്ടി വരും. തീർച്ചയായിട്ടും. അപ്പോൾ MT രമേശിനുള്ള പ്രത്യേകതകൾ ഇപ്പോൾ ശ്രീ പറഞ്ഞതുപോലെ വളരെ കൃത്യമായി പറഞ്ഞാൽ BJP-യുടെ ഒരു മുഖമാണ്. എങ്ങനത്തെ ഈ പറഞ്ഞ പോലെ കൃത്യമായി നമുക്ക് മുന്നോട്ട് വയ്ക്കാൻ പറ്റുന്ന ഒരു മുഖമാണ്. അത് പലപ്പോഴും ഒതുക്കലുകൾ ഉണ്ടായിട്ടുണ്ടാവാം, ഒരു പക്ഷേ. കാരണം അത്തരത്തിൽ ആൾക്കാരെ വലിയ രീതിയിൽ എൻകറേജ് ചെയ്യാനും എന്റർടൈൻ ചെയ്യാനും കഴിയാത്ത ഒരാളാണ്. പക്ഷേ നമുക്ക് സംസാരിക്കുന്നവർക്കറിയാം, ഒരു കാര്യത്തിലും കൂസാത്ത, അല്ലെങ്കിൽ എവിടെയും ഒന്ന് താഴ്ന്നു നിൽക്കാത്ത, വളരെ മാന്യമായ തലയെടുപ്പോടുകൂടി നിൽക്കുന്ന നേതാവ്. അത് തന്നെയാണ്, തലയെടുപ്പുള്ള ഒരു മുഖമാണ് MT രമേശ്. ആ MT രമേശിനെ പലപ്പോഴും അവരുടെ പാർട്ടിക്ക് ആകെ MT രമേശിനെ എനിക്ക് തോന്നുന്നു 1-2 തവണ അദ്ദേഹത്തിന്റെ ശരീരത്തെ അപേക്ഷിച്ച് ഒരു ബോഡി ഷേമിംഗ് 1-2 തവണ ആരോ പറഞ്ഞു. പക്ഷെ എങ്കിൽ പോലും അതിനെയൊക്കെ മറികടക്കാൻ അദ്ദേഹത്തിന്റെ ശബ്ദം കൊണ്ടാണ്. അദ്ദേഹം വളരെ മികച്ച ശബ്ദവും പ്രസന്റേഷൻ രീതിയും. മാത്രമല്ല എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, MT രമേശിന്റെ ശാരീരിക ക്ഷമതയെ മറ്റുള്ളവർ പരിഹസിക്കുമ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത് അതൊന്നും അദ്ദേഹം കൂസാദില്ല. അത് മാത്രമല്ല കോൺഫിഡൻസ്, അദ്ദേഹത്തിന്റെ
ഇത്രയും എനിക്കപ്പോൾ തോന്നി ബാക്കിയുള്ള ചില അധികാര രാഷ്ട്രീയം ഉപയോഗിക്കുന്നവർ, അതെ അതെ, അധികാര രാഷ്ട്രീയം ഉപയോഗിക്കുന്നവർ കാണിക്കുന്നതിനേക്കാളേറെ വലിയ ആത്മവിശ്വാസം അദ്ദേഹത്തിന് കേരളത്തിൽ 10 വർഷങ്ങൾക്ക് മുമ്പേ കാണിച്ച നേതാവ്. അതെ അതെ, മനസ്സിലായോ? രമേശൻ അങ്ങനെ വളരെ ശക്തമായ നിലപാടുകൾ സ്വീകരിക്കുവാനും ഒപ്പം തന്നെ ശക്തമായ ഇടപെടലുകൾ നടത്തുവാനൊക്കെ എനിക്ക് തോന്നുന്നു കെ സുരേന്ദ്രനെക്കാട്ടിലും ഒക്കെ മികച്ച നേതാവ്, യാതൊരു സംശയമില്ലാത്ത കാര്യം. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ സഹമന്ത്രി വി മുരളീധരനേക്കാൾ, കാരണം വേണമെങ്കിൽ ഇദ്ദേഹത്തിന്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് കൊണ്ടുവന്നിരുന്നുവെങ്കിൽ കുറച്ചുകൂടി ശോഭനമായ ഭാവി ഇവിടെ BJP ഉണ്ടായിരുന്നു. കാരണം അങ്ങനെ അതിനെ നിയന്ത്രിച്ചു കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു RSS കേഡർ സംവിധാനം കൃത്യമായുള്ള അറിയുന്ന ഒരാളാണ്. അപ്പോൾ അത് പക്ഷേ മറ്റവരൊക്കെ, അതായത് ഇപ്പോ കെ സുരേന്ദ്രനാണെങ്കിലും വി മുരളീധരനൊക്കെ ആണെങ്കിലും ഒരു പക്ഷേ രാഷ്ട്രീയക്കാരായി മാറിയപ്പോഴുണ്ടായ ഒരു പ്രശ്നം, ഒരു വ്യത്യാസമുണ്ട്. പക്ഷേ രാഷ്ട്രീയക്കാരനാകുമ്പോഴും വളരെ ചിട്ടയായ ജീവിത രീതിയും പ്രവർത്തനവും വാക്കുകൾ പോലും, അദ്ദേഹത്തിന് ഓരോ വാക്ക് പോലും, നമ്മളിപ്പോൾ ഒരു ബൈറ്റ് എടുത്താൽ പോലും എഡിറ്റ് ചെയ്യാനൊന്നുമില്ലാത്ത ഒരു വാക്ക് പോലും എഡിറ്റ് ചെയ്യപ്പെടേണ്ട, ഒരു ചർച്ച വന്നാലോ ഒന്നൊക്കെ എഡിറ്റ് ചെയ്യപ്പെടേണ്ടാത്ത ഒരു നേതാവ് എന്ന രീതിയിലേക്ക് വളരാൻ വളരെ ശ്രദ്ധയോടെ പറയുകയാണ്. അതെ, നമുക്കത് മനസ്സിലായി. ചോദിക്കുന്ന ചോദ്യത്തിന്റെ കൃത്യമായ ആൻസർ എന്താണെന്ന് പുള്ളിക്ക് വളരെ മനസ്സിലായതിനു ശേഷം വളരെ കൃത്യമായിട്ടുള്ള ഉത്തരവാണ് പുള്ളി പറയുന്നത്. അതിനകത്ത് ശ്രീ പറഞ്ഞ പോലെ ഒന്നും എഡിറ്റ് ചെയ്യാനില്ല. കാരണം പുള്ളി വളരെ ചിന്തിച്ചതിന്, അതാണ് ഞാൻ പറഞ്ഞത്, ഇത്രയും പക്വതയുള്ള ഒരു രാഷ്ട്രീയ നേതാവ് BJP ഇല്ല എന്ന് പറയാം. എനിക്കൊന്ന് മൂന്നേടിന് ശേഷം M മുകുന്ദൻ എന്ന് പറയപ്പെടുന്ന അങ്ങനെ വളരെ ശ്രദ്ധിച്ചു. കാരണം ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രത്തോളം ഷാർപ്പായിട്ട് ഉത്തരം പറയുന്ന മറ്റൊരു നേതാവില്ല. അതുപോലെ തന്നെയാണ് MT രമേശ്. അതുപോലെയാണ് MT രമേശ്. എനിക്കെപ്പോഴും മറ്റുള്ള ഇതാണ്, ഈ അധികാര രാഷ്ട്രീയം ഇരിക്കുമ്പോൾ നമുക്ക് കൂടുതൽ ആത്മവിശ്വാസം ഉണ്ടാകും. ഇവിടെ നമുക്ക് 2014 അധികാര രാഷ്ട്രീയത്തിലേക്ക് എത്തപ്പെടുന്നുണ്ട് എങ്കിൽ കൂടിയും അതിനു മുൻപേ തന്നെ ഇത്രയും വലിയ ആത്മവിശ്വാസം. മാത്രമല്ല മത്സരിച്ച സ്ഥലങ്ങളിലൊക്കെ അദ്ദേഹം വോട്ട്, ഇപ്പൊ ചെങ്ങന്നൂര് മത്സരിച്ചപ്പോഴൊക്കെ, ചെങ്ങന്നൂര് അദ്ദേഹത്തിന് ഒരു പരിചയമില്ലാത്തൊരു മണ്ഡലത്തിലാണ് 2000 അദ്ദേഹം മത്സരിക്കുന്നത്. അപ്പോൾ ആ മത്സരിക്കുമ്പോൾ പോലും അദ്ദേഹം നല്ല രീതിയിൽ വോട്ട് ഉയർത്താൻ കഴിഞ്ഞിട്ടുള്ളൊരു നേതാവാണ്. പടിപടിയായി വളരെ സ്റ്റഡിയായി BJPയുടെ ഒരു വളർച്ച പോലെ തന്നെ അദ്ദേഹത്തിന്റെ വളർച്ചയും അങ്ങനെ തന്നെയാണ്. പടിപടിയായി അദ്ദേഹം രാഷ്ട്രീയ രംഗത്താണെങ്കിലും അത് മറ്റൊരു തരത്തിലുള്ള വിവാദങ്ങൾ ഉണ്ടാക്കാതെ വളരെ മാന്യമായ രീതിയിൽ മുന്നോട്ട് പോയ ഒരു നേതാവാണ്. മാന്യതയുള്ളൊരു നേതാവാണ്, നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ കഴിയുന്ന മാന്യതയുള്ളൊരു നേതാവ്. അദ്ദേഹത്തെ ഏത് വിഷയത്തെക്കുറിച്ച് അദ്ദേഹത്തിനോട് ചോദിച്ചാലും വളരെ ഷാർപ്പായി, വളരെ കൃത്യമായി, ഇത്ര ഷാർപ്പായി മറുപടി പറയുന്ന ഒരാൾ ഒരു പക്ഷേ കേരള രാഷ്ട്രീയത്തിൽ ആരും തന്നെ ഇല്ല എന്ന് പറയാൻ കഴിയും. ഒരു പാർട്ടിയിലും ഇത്ര ഷാർപ്പായി കൃത്യമായി മറുപടി പറയുന്ന മാന്യനായ തലയെടുപ്പുള്ള ഒരു നേതാവ് BJPക്ക് ഉണ്ടായിട്ട് പോലും അദ്ദേഹത്തിനെ കേരള രാഷ്ട്രീയത്തിൻ്റെ അധ്യക്ഷ പദവിയിലേക്ക്, അതായത് BJPയുടെ അധ്യക്ഷ പദവിയിലേക്ക് കൊണ്ടുവരാത്തതിന് പിന്നിൽ അവരുടെ രാഷ്ട്രീയത്തിനുള്ളിൽ, കാരണം BJPക്ക് ഉള്ളിലെ തന്നെ ചില പ്രതിസന്ധികളും പ്രശ്നങ്ങളൊക്കെ ആയിരിക്കണം. അങ്ങനെയുള്ള പണക്കങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ട്. അധികാര രാഷ്ട്രീയത്തിലേക്ക് എത്തപ്പെടുമ്പോഴാണ് കൂടുതലും. കാരണം 2000 മുമ്പൊക്കെ ആണെങ്കിൽ ഈ BJP എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനം കുറച്ചുകൂടി അടുക്കും ചിട്ടയുമായിട്ട് അവരുടെ പ്രവർത്തനങ്ങൾക്കൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. അതുമാത്രമല്ല ഈ MT രമേശൊക്കെ 2004 കോഴിക്കോട് മത്സരിച്ച വ്യക്തിയാണ്. അന്ന് ഏകദേശം 97,000 വോട്ടുകൾ നേടുകയും ചെയ്തു 2004. അങ്ങനെ ഒരു വലിയ വളർച്ചയൊന്നും BJPക്ക് ഉണ്ടാകാത്തൊരു കാലഘട്ടത്തിലാണ്. എനിക്ക് തോന്നുന്നു ഇന്ത്യ ഷൈനിങ് ആ സമയത്ത്. അതെ, എൻ്റെ ഒരു തോന്നൽ എന്താണെന്ന് വെച്ചാൽ, അതായത് കുറച്ച് മുതിർന്ന നേതാക്കൾ, അതായത് CK പത്മനാഭൻ, PK കൃഷ്ണദാസ്, O രാജഗോപാൽ, അതുപോലെ തന്നെ അവരുടെ മുതിർന്ന നേതാക്കളുടെ ഒരു നിരയാണ് ഒരു സൈഡിൽ നിൽക്കുന്നത്. ഒരു ഗ്രൂപ്പ് എന്ന് പറയാൻ കഴിയുന്ന രീതിയിലേക്ക് ഒരു സൈഡിൽ നിൽക്കുന്ന കുറച്ച് പരിണത പ്രജ്ഞരായ ആൾക്കാരുടെ ഒരു നിരയാണ്. അടുത്ത സൈഡിൽ അതിൻ്റെ എതിർഭാഗത്ത് നിൽക്കുന്നത് വളരെ ആവേശം ജനിപ്പിക്കുന്ന കെ സുരേന്ദ്രൻ, അങ്ങനെയുള്ള ചിലരുടെ ഒരു നിരയാണ്. കെ സുരേന്ദ്രന്റെ വി മുരളീധരന്റെ ഒക്കെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവരവരോടൊപ്പം ചേർന്ന് നിൽക്കുന്നവരെ എപ്പോഴും വിശ്വാസത്തിലെടുത്ത് കൂട്ടിപ്പിടിക്കുന്ന ആൾക്കാരാണ്. അത് എന്തും ചെയ്യും. അത് കരുണാകരൻ, ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഉമ്മൻചാണ്ടിയെക്കാളുപരി കരുണാകരന്റെ ഒരു രീതിയാണ്. കാരണം അവർക്ക് വേണ്ടി എന്ത് കാര്യവും ചെയ്യുന്ന ആൾക്കാരാണ്, അങ്ങനത്തെ ആൾക്കാരാണ്. പക്ഷെ ഇവര് ഈ മറുഭാഗത്ത് നിൽക്കുന്ന ആൾക്കാർ അവരുടെ ഒരു രീതി നോക്കി അവർക്ക് പെട്ടെന്നൊരു കാര്യം എടുത്തു ചാടി ചെയ്യാനുള്ളൊരു പേടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ നേതാക്കന്മാരായി ഇവരെക്കാൾ ഉപരി മറ്റുള്ളവരെ ആൾക്കാർ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുകയും എന്തെങ്കിലും കിട്ടും, ഞങ്ങൾക്ക് എന്തെങ്കിലും നേടും എന്ന ഒരു രീതിയിലേക്ക് അവരോട് കൂടുതൽ ആൾക്കാർ അടുത്ത് ചേരുകയും അവർക്കൊപ്പം നിൽക്കുകയും ചെയ്യുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു സത്യസന്ധമായ, അല്ലെങ്കിൽ ഒരു പക്ഷേ എൻ്റെ കൃത്യമായ ഒരു വിലയിരുത്തൽ എന്ന് എനിക്ക് തന്നെ പറയേണ്ടി വരും. കാരണം അത്തരത്തിലൊരു വിലയിരുത്തലാണ് തീർച്ചയായിട്ടും ഉള്ളത്. പക്ഷെ ഞാൻ അതിനെ കാണുന്ന മറ്റൊരു തരത്തിലാണ്. കാരണം ഇപ്പോൾ CKP പറഞ്ഞ പോലെ, CK പത്മനാഭൻ ചേട്ടൻ പറഞ്ഞത്, ഈ മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് എത്തുന്നവർക്ക് വലിയ സ്ഥാനമാനങ്ങൾ നൽകുന്നു, അവർക്ക് സ്ഥാനാർത്ഥിത്വം നൽകുന്നു, അവരെ
ഇതിനകത്ത് ചിരപ്രതിഷ്ഠ കൊടുക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ പറയുമ്പോൾ ഇതിനകത്ത് വെള്ളം കോരിയവരും വിറക് വെട്ടിയവരും ഒക്കെ എവിടെയാണ് എന്നൊരു ചോദ്യം ഉണ്ടാകും. കാരണം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു ഉദയമെന്ന് പറയപ്പെടുന്നതും അതിൻ്റെ ഒരു പടിവെച്ചുള്ള ഉയർച്ചയെന്ന് പറയപ്പെടുന്നതൊക്കെ ഇതുപോലുള്ള എനിക്ക് അതിൽ ഏറ്റവും കൂടുതൽ എം മുകുന്ദനെ പോലുള്ള ഒരു നേതാക്കളാണ്. എം മുകുന്ദനൊക്കെ ഒരു ABVPയുടെ കാലം മുതൽ അവരൊക്കെ ഇങ്ങനെ ആ പ്രസ്ഥാനത്തിനെ ജനങ്ങളുടെ ഇടയിലേക്ക് ഇഞ്ചക്ട് ചെയ്ത് വെക്കുന്ന നേതാക്കളായിരുന്നു. അതിനുശേഷം ഇപ്പോൾ കെ രാമൻപിള്ള, എം മുകുന്ദൻ കൊണ്ടുവന്നവരാണ് കെ സുരേന്ദ്രനും അതുപോലെ തന്നെ MT രമേശും V മുരളീധരനും അടക്കമുള്ളവർ ആണ്. ആ ശിക്ഷണത്തിൽ തന്നെ വന്നവരാണ്. അവസാന കാലത്ത് അവരൊക്കെ ചില ഘട്ടങ്ങളിലൊക്കെ അദ്ദേഹത്തെ തള്ളിപ്പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും V മുരളീധരൻ അടക്കമുള്ളവരെല്ലാം തന്നെ ഈ അതായത് KG മാരാറിൻ്റെ ഒരു കാലഘട്ടം മുതൽ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ മാരാർജിക്ക് ശേഷം എം മുകുന്ദനെ പോലുള്ള രാമൻപിള്ളയെ പോലുള്ള നേതാക്കളായിരുന്നു. പക്ഷേ അതിനുശേഷം എം മുകുന്ദൻ്റെ സ്വാധീനം എന്ന് പറയപ്പെടുന്നത് BJPക്ക് അല്ലെങ്കിൽ RSS ഉണ്ടാക്കിയെടുത്ത ഒരു ചട്ടക്കൂടുണ്ട്. ആ ചട്ടക്കൂട് വളരെ വലുതായിരുന്നു ഇദ്ദേഹത്തിൻ്റെ സംഭാവനകൾ. കാരണം ഒന്നുമല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ ABVP പോലുള്ള പ്രസ്ഥാനത്തിനെ വിദ്യാർത്ഥികളുടെ ഇടയിലേക്ക് പറഞ്ഞു വിടുവാനും ആ വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ ഇത്രത്തോളം കൊഴുപ്പോടുകൂടി മുന്നോട്ട് കൊണ്ടുവരുവാനൊക്കെ എം മുകുന്ദനെ പോലുള്ള നേതാക്കളുടെ വളരെ അശ്രാന്ത പരിശ്രമം അതിനകത്തുണ്ട്. അതിനുശേഷം ഒരു കാലഘട്ടത്തിലും അധികാര സ്ഥാനങ്ങളിൽ ഒന്നും എത്താതിരുന്ന കാലഘട്ടത്തിൽ പോലും ഈ എം മുകുന്ദനാണെങ്കിലും CKP ആണെങ്കിലും ഇതുപോലുള്ള പഴയ നേതാക്കളല്ല. അപ്പോൾ അതുകൊണ്ടിപ്പോൾ അവരെ നമ്മളിപ്പോൾ ഒരു സൈഡിലേക്ക് അല്ലെങ്കിൽ അവരെ ഇങ്ങനെ പാർശ്വവൽക്കരിക്കപ്പെടുമ്പോൾ അത് സ്വാഭാവികമായിട്ടും ഒരു പാർട്ടിയുടെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് എത്രത്തോളം ഗുണം ചെയ്യും. ഇപ്പോൾ ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. പുതിയ ചില സംഘടനാ സെക്രട്ടറിമാർ, സുഭാഷ് എന്നൊക്കെ പറയുന്ന ചില സംഘടനാ സെക്രട്ടറിമാർ വന്നിട്ടുണ്ട്. സംഘടനാ സെക്രട്ടറിമാർ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഈ തെരഞ്ഞെടുപ്പുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ BJPയിൽ ഉണ്ടായിട്ടില്ല. അതായത് പഴയ നേതാക്കളെ കൂടി വിശ്വാസത്തിലെടുത്ത് അവരെ കൂടി ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു യാത്രയ്ക്ക്, ആരൊക്കെ അസ്വസ്ഥരായവരുണ്ടോ അവരെയൊക്കെ ചേർത്ത് പിടിക്കുന്ന ഒരു യാത്രയ്ക്ക് പുതിയ സംഘടനാ സെക്രട്ടറി ഒരുപക്ഷെ ഊർജ്ജം പകർന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് മറ്റ് സമയങ്ങളിലൊക്കെ ഉണ്ടായതുപോലൊരു പ്രശ്നം ഇപ്പോൾ BJPയിൽ ഉണ്ടായതായി കാണുന്നില്ല. മറ്റ് ഇപ്പോൾ കോൺഗ്രസ് അടക്കമുള്ള ഇപ്പോൾ ഇന്ന് തരൂരിൻ്റെതായ ഒരു കത്ത്, അതായത് രമേശ് ചെന്നിത്തല വിശ്വസിക്കാൻ കൊള്ളാത്തവരാണെന്ന് തരൂരിൻ്റെതായ ഒരു കത്ത് പുറത്തു വന്നിട്ടുണ്ട്, ഒരു ഇമെയിൽ. അപ്പോൾ അതടക്കമുള്ളവ ആലോചിക്കുമ്പോൾ വളർന്നു വരുന്നൊരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന രീതിയിൽ സംഘടനാ ദൃഷ്ടിയിൽ ശരിയാണ്. MT രമേശിനെ പോലുള്ളവർ വേണമെങ്കിലും ഒരു പൊളിറ്റിക്കൽ ദൃഷ്ടിയിൽ നോക്കിയാൽ, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ദൃഷ്ടിയിൽ നോക്കിയാൽ അവിടെ കെ സുരേന്ദ്രനെ പോലുള്ളവരും ആവശ്യമാണ്. അപ്പോൾ ഈ രണ്ട്, അതായത് ആണും പെണ്ണും ഒരു സംഘടനാ സംവിധാനത്തിൽ നമുക്ക് അനിവാര്യതയാണ്, സ്ത്രീയും പുരുഷനും എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഒരു സംഘടനാ ദൃഷ്ടിയിൽ രണ്ട് തരത്തിൽ സംഘടനയെ ചലിപ്പിക്കുകയും വേണം, സംഘടനയെ കൈപ്പിടിയിൽ ഒതുക്കുകയും വേണം, ഒപ്പം ഈ ആവേശം ജനിപ്പിക്കുന്ന ചിലരെങ്കിലും ആവശ്യമുണ്ട്. അത്തരത്തിൽ ഒരുമിച്ച് പോയാൽ, ഒരു ഗ്രൂപ്പിസവും ഇല്ലാതെ അല്ലെങ്കിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാല് വാരാതെ ഒരുമിച്ച് പോയാൽ BJPക്ക് ശോഭനമായ ഭാവി കേരളത്തിലടക്കമുണ്ടെന്നുള്ളത് സംശയിക്കാതെ നമുക്ക് പറയാൻ കഴിയും. കാരണം കേരളത്തിൽ ഉണ്ടായിരിക്കുന്ന ഒരു ട്രെൻഡ് അതാണ്. കേരളത്തിൽ സ്ത്രീകളടക്കമുള്ളവർ നരേന്ദ്രമോദി വിശ്വസിച്ചുകൊണ്ട് രംഗത്തിറങ്ങുന്നു. മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്കുമില്ലാത്ത, കോൺഗ്രസിനോ CPM-നോ ഇല്ലാത്തൊരു വനിതകളുടെ പ്രാതിനിധ്യം BJPയിൽ ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് നമുക്ക് മറച്ചു വയ്ക്കാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ സമീപ ഭാവിയിൽ BJPക്ക് വലിയ സാധ്യതകളുള്ള ഒരു സ്ഥലമാണ് കേരളം എന്ന് പറയാതിരിക്കാനും കഴിയില്ല. അത് ഞാൻ അതിനോട് പൂർണ്ണമായിട്ടും യോജിക്കുന്ന ഒരാളാണ്. കാരണം ഈ BJPയുടെ ഒരു വളർച്ച ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ 89, 91 കാലഘട്ടം മുതൽ ഈ BJPയുടെ വളർച്ചയെ നോക്കിക്കാണുന്ന ഒരാൾ കൂടിയാണ്. ഞങ്ങളൊക്കെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന സമയത്തൊക്കെ ആ കാലഘട്ടം മുതൽ തന്നെ ഈ RSSൻ്റെയും ഒപ്പം തന്നെ ABVPയുടെ വളർച്ച, ഒപ്പം തന്നെ BJPയുടെ ഒരു വളർച്ചയൊക്കെ ആ കാലഘട്ടത്തിൽ വളരെ പടിപടിയായിട്ടുള്ളൊരു വളർച്ച ഉണ്ടാകുന്ന കാലഘട്ടം. അവിടെ ആർക്കും അധികാരങ്ങളോട് ഒരു മോഹമില്ലായിരുന്നു. LK അദ്വാനിയും വാജ്പേയിക്കും അപ്പുറം ഒരു നേതാവിനെ അവർ കണ്ടിട്ടില്ലായിരുന്നു. അതിന് താഴേക്ക് വരുന്ന നമുക്കറിയാലോ, മുരളി മനോഹർ ജോഷി ആണെങ്കിലും അത്തരത്തിലുള്ള വളരെ വലിയ നേതാക്കളുള്ള ഒരു പ്രസ്ഥാനമാണ് നമ്മുടെ ഇവരുടെ ഈ BJPയുടെ പ്രസ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ ആ പ്രസ്ഥാനത്തിൻ്റെ കൂടെ നിൽക്കാൻ കഴിയുന്ന, അധികാരത്തിലേക്ക് എത്താൻ കഴിഞ്ഞില്ലെങ്കിലും BJP എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനത്തിനെ ഇവിടെ ചിരപ്രതിഷ്ഠ നേടിയെടുക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തിയ, ആജീവനാന്ത യജ്ഞം നടത്തിയിട്ടുള്ള, അശ്രാന്ത പരിശ്രമം നടത്തിയിട്ടുള്ള ഒട്ടനവധി നേതാക്കൾ ഇന്ത്യയിലുണ്ട്. അത്തരത്തിലുള്ള നേതാക്കളൊക്കെ ഇപ്പോൾ ഈ പറയുന്ന പോലെ ഒന്നുകിൽ കാലയവനികൾക്കുള്ളിലേക്ക് മറയുകയോ അല്ലെങ്കിൽ പ്രായാധിക്യം നിമിത്തം മാറിവെക്കുകയോ നിൽക്കപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാക്കുകയോ ചിലപ്പോൾ അവരെ പാർശ്വവൽക്കരിക്കപ്പെടുകയോ ചെയ്യപ്പെടുന്ന ഒരു സമീപനം പാർട്ടിക്കുണ്ടാവും. അതൊന്നാമത്തെ കാര്യം. പാർട്ടി വളരുകയും പാർട്ടിയുടെ അംഗങ്ങൾക്ക് വളർച്ച ഉണ്ടാവുകയും അവർക്ക് ഈ പറഞ്ഞ പോലെ പ്രായമാവുകയും ചെയ്യുമ്പോൾ അവരെ മാറ്റി നിർത്തേണ്ടി വരുന്ന പല അവസരങ്ങളുണ്ടാകുന്നുണ്ട്. അത്തരത്തിൽ ചെയ്യാറുമുണ്ട്. പക്ഷേ അത്തരത്തിലുണ്ടാകുമ്പോഴും കേരളം എന്ന് പറയപ്പെടുന്ന ഒരു എട്ടാവട്ടത്തിൽ ഈ പറയുന്ന പാർട്ടിക്ക് വളരുവാനുള്ള വലിയ സാധ്യതകളുള്ള ഇടമാണ് എന്ന് 1984 മുതൽ തെളിയിച്ചിട്ടുള്ളതുമാണ്. ഈ പറഞ്ഞ പോലെ അതിനുശേഷം ഹിന്ദു ഐക്യമുന്നണി എന്ന് പറയപ്പെടുന്ന മുന്നണി ഇവിടെ ഉണ്ടാവുകയും തിരുവനന്തപുരത്ത് കേരളവർമ്മ രാജയൊക്കെ മത്സരിക്കുകയൊക്കെ ചെയ്ത ഒരു കാലഘട്ടത്തിൽ നിന്നും
ഹിന്ദു ഐക്യമുന്നണിക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റുമെന്നും അത് 1 ലക്ഷമൊക്കെ വോട്ട് പിടിക്കുക എന്ന് പറഞ്ഞാൽ വലിയ സംഭവമായിരുന്നു. അത് 1 ലക്ഷം വോട്ട് പിടിക്കുന്ന ഹിന്ദു അതൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അന്നൊന്നും ഭരണമോ അല്ലെങ്കിൽ മറ്റൊന്നോ മോഹിച്ചായിരുന്നില്ല ഈ സംഘടനയിലേക്ക് ജനങ്ങൾ വന്നുകൊണ്ടിരുന്നത്. ഒന്നുമില്ലാത്ത കാലഘട്ടത്തിലും സംഘടനയ്ക്ക് വേണ്ടി മരിച്ച് രംഗത്തിറങ്ങാൻ, മരണം പോലും തൃണവൽഗണിച്ചുകൊണ്ട് വീട്ടിൽ കഞ്ഞി പുകഞ്ഞില്ലെങ്കിൽ പോലും ജോലി ചെയ്തില്ലെങ്കിൽ പോലും ഈ സംഘടനയ്ക്ക് ഒരു ആശയമുണ്ടായിരുന്നു. ആ ആശയം നിലനിർത്താൻ വേണ്ടി ജനങ്ങൾ ഇന്നും അത് തന്നെയാണ്. വലിയ അധികാര സ്ഥാനങ്ങളിൽ എത്തുമെന്നും പിന്നെയും ഇപ്പോൾ കേന്ദ്ര ഭരണമൊക്കെ ഉള്ളതുകൊണ്ട് എവിടെയെങ്കിലുമൊക്കെ എത്തപ്പെടും എന്ന ധാരണ ഇപ്പോഴുണ്ടെങ്കിലും കൂടുതലും മറ്റുള്ള പാർട്ടികളിൽ നിന്നുള്ള അധികാരമോഹികൾ ഇവിടേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. ഇവിടെയാണ് വരാൻ പോകുന്ന കാലഘട്ടത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ അധികാരത്തിലേക്ക് പാർലമെന്ററി ജനാധിപത്യത്തിലേക്ക് എത്തണമെന്നോ അല്ലെങ്കിൽ അങ്ങനെ മോഹങ്ങൾ ഉണ്ടാക്കിയെടുക്കണമെന്നോ പറയുന്നതിനപ്പുറം അഴിമതി പോലുള്ളവ തുടച്ചു നിൽക്കുകയും അഴിമതി മുക്തമാകുന്ന ഒരു ഇന്ത്യ മഹാരാജ്യം ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുക എന്നൊരു ആദർശം, ഒരു ലക്ഷ്യം, അത്തരത്തിലൊരു രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയാണ് ഭാരതീയ ജനതാ പാർട്ടി ഇതുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നത്. അതിനുശേഷമാണ് ഞാൻ ഈ പറയുന്നത്, കേരള രാഷ്ട്രീയത്തിൽ ഇന്ന് വരെയും അവർക്ക് ഒരു പിടുത്തം കിട്ടാത്ത അവസ്ഥയിൽ നിൽക്കുന്നത്, ഇവിടുത്തെ പ്രതിസന്ധികൾ ഉണ്ടാകുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. അന്ന് ഈ CKP ആണെങ്കിലും മുകുന്ദേട്ടനാണെങ്കിലും മുകുന്ദനെ പോലുള്ളവരൊക്കെ ഇതിനു വേണ്ടിയിട്ട് അങ്ങനെ ശ്രമിച്ചവരാണ്. ഇവരെയൊക്കെ ഒരു നിമിഷം ഇല്ലാതാക്കി കളയുന്ന തരത്തിലേക്ക്, മാറ്റി ചിന്തിക്കപ്പെടുന്ന തരത്തിലേക്ക്, അല്ലെങ്കിൽ അവരെ പാർശ്വവൽക്കരിക്കപ്പെടുന്ന തരത്തിലേക്ക് മാറ്റുമ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ഒരു മാറ്റം, അത് പുതിയ ആൾക്കാർ വരുമ്പോൾ അവരോടൊപ്പം നിൽക്കുമെങ്കിലും ഇതിനു വേണ്ടി പണിയെടുത്തവരെ മാറ്റി വയ്ക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു മനോവിഷമം അടക്കമുള്ളതുണ്ട്. അതൊക്കെ ചിലപ്പോൾ പലപ്പോഴും ഞാൻ പറഞ്ഞില്ല, ഈ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ വരുന്ന സംഘടനാ സെക്രട്ടറി അടക്കമുള്ള ചില സംഘടനാ സെക്രട്ടറിമാരുടെയോ അല്ലെങ്കിൽ മറ്റ് ചില ഘടകങ്ങളുടെയൊക്കെ പ്രശ്നമാകും. പക്ഷേ ഇപ്പോൾ വന്ന സംഘടനാ സെക്രട്ടറി വളരെ പോസിറ്റീവായി കാര്യങ്ങളെ കാണുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നു. അദ്ദേഹം ഗ്രൗണ്ടിലിറങ്ങി തന്നെ ആൾക്കാരോട് സംവദിക്കുന്നു. പഴയ അസ്വസ്ഥരായി നിൽക്കുന്ന ആരെങ്കിലും പ്രവർത്തകരുണ്ട് അവരെ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമം നടത്തുന്നുണ്ട്. ആ ശ്രമം അത് മാത്രമല്ല, ഇപ്പോഴത്തെ പ്രാന്തപ്രചാരകർ ഇക്കാര്യത്തിൽ വളരെ പോസിറ്റീവായ ഒരു തീരുമാനം. അദ്ദേഹം വളരെ ജനങ്ങൾ സാധാരണഗതിയിൽ ഈ RSSന്റെ പ്രചാരകന്മാരെന്ന് പറഞ്ഞാൽ അത്ര പെട്ടെന്ന് ഫ്ലെക്സിബിൾ ആകുന്നവരോ ജനങ്ങളോട് അത്ര വലിയ ഇടപഴകുന്നവരല്ല. പക്ഷെ ഇപ്പോഴത്തെ പ്രാന്തപ്രചാരകർ സുദർശൻ എന്ന് പറയുന്ന അദ്ദേഹം മാന്യ വ്യക്തി, അദ്ദേഹം വളരെ കൃത്യമായി തന്നെ ജനങ്ങളോട് സംവദിക്കുന്നുണ്ട്. അദ്ദേഹം എല്ലാ രീതിയിലും എല്ലാ തരം ആൾക്കാരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതൊരു BJPയെ സംബന്ധിച്ചിടത്തോളം നാളുകളിൽ ഒരു മുതൽക്കൂട്ടാണ്. അദ്ദേഹത്തിന്റെ പോലുള്ള പ്രവർത്തനങ്ങൾ, ഈ സംഘടനാ പ്രവർത്തനം എന്തൊക്കെ പറഞ്ഞാലും RSSന്റെ പ്രവർത്തനം തന്നെയാണ് BJPക്ക് ഇവിടെ ശക്തമായ വേരൂന്നാനുള്ള സ്വാധീനമുണ്ടാക്കിയത്. അത് അദ്ദേഹത്തെ പോലുള്ള പ്രചാരകന്മാർ മുമ്പോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഇനി മറ്റൊരു പ്രചാരകൻ കൂടി ഇപ്പോൾ ഉണ്ട്. രണ്ട് സോണുകളായി തിരിച്ചിട്ടുണ്ട് കേരളത്തിലെ BJP പ്രവർത്തനം. അത് കൂടുതൽ BJPക്ക് ഗുണകരമാണ്. കേരളത്തിലെ RSSന്റെ പ്രവർത്തനത്തിന് ഊർജ്ജം നൽകുന്ന രീതിയിൽ 2 സോണുകളായത് തീർച്ചയായും BJPക്ക് കൂടുതൽ ഗുണകരമാകുമെന്ന് തന്നെയാണ് പറയാനുള്ളത്. തീർച്ചയായിട്ടും അത് കേരളത്തിന്റെ പല മേഖലകളിലും അത് അതിന്റെ പ്രതിഫലിക്കുകയും ചെയ്യും. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് തന്നെ വലിയ ജനങ്ങൾക്ക് പ്രതീക്ഷയുണ്ട് BJP. ആ പ്രതീക്ഷകൾക്കനുസരിച്ച് കേരളത്തിലെ നേതാക്കന്മാർ മാറണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. അത് മാറിക്കഴിഞ്ഞാൽ തീർച്ചയായും ജനങ്ങളോട് സംവദിക്കാനും ജനങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഒക്കെ ശ്രമിച്ചാൽ പല രീതിയിൽ എല്ലാ വീടുകളിലും പോവുക, പ്രവർത്തിക്കുക. ആദ്യഘട്ടത്തിലൊക്കെ വലിയ ബുദ്ധിമുട്ടായിരിക്കും പല വീടുകളിലും കയറി ചെല്ലാൻ. പക്ഷെ പിന്നീട് കാലക്രമേണ ഒരുപാട് മാറ്റം, ആരും ഇങ്ങനെ അടിച്ചോടിക്കുക അല്ലെ ആട്ടി ഓടിക്കുന്ന പഴയ സിറ്റുവേഷനിലേക്ക്. ഇപ്പം ഞാനൊക്കെ പത്രപ്രവർത്തന രംഗത്ത് വരുമ്പോൾ പോലും ഞാനും വിദ്യാർത്ഥി സംഘടനയുടെ ഭാഗമായിരുന്നു. ആ സമയത്തൊക്കെ നമുക്കറിയാം, അങ്ങനെ നമ്മുടെ കൃത്യമായ ഐഡന്റിറ്റി നമ്മൾ വെളിപ്പെടുത്തി കഴിഞ്ഞാൽ അന്നുണ്ടാകുന്ന പ്രശ്നം നമുക്കറിയാം. അതൊക്കെ മാറി, ആ കാലഘട്ടമൊക്കെ മാറി. ഇന്ന് സ്വയം പ്രഖ്യാപിതരായി വരികയാണ്. ഞാൻ സംഘിയാണെന്ന് പറഞ്ഞുകൊണ്ട് സ്വയം പ്രഖ്യാപിതരായി രംഗത്ത് വരുന്ന പലരെയും നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അന്നൊന്നും പറയാതെ മിണ്ടാതിരുന്ന പലരും ഇപ്പോൾ അവകാശപ്പെട്ടുകൊണ്ട് രംഗത്ത് വരുന്നുണ്ട്. അപ്പോൾ ആ ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ മാറി മറിയുന്നു. സിനിമാ രംഗത്ത് അതായത് വളരെ പ്രകടമായി തന്നെ എല്ലായിടത്തും മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് BJPക്ക് വളരെ ഗുണം ചെയ്യുന്ന ഒരു ഫാക്ടർ തന്നെയാണ്. ഈ തവണത്തെ തെരഞ്ഞെടുപ്പിലും അത് വലിയ നിർണായകമായ ഫാക്ടർ തന്നെയായി മാറുകയാണ്. അത് ശരി തന്നെയാണ്. അത്തരത്തിലുണ്ടാകുന്ന ഒരു മാറ്റം കേരളത്തിൻ്റെ പല സ്ഥലങ്ങളിലും പല ലോക്സഭാ മണ്ഡലങ്ങളിലും അത് പ്രതിഫലിക്കുക തന്നെ ചെയ്യും. അതിൽ ഏകദേശം 6ഓളം മണ്ഡലങ്ങൾ, അതായത് ഇപ്പോൾ തിരുവനന്തപുരം ആട്ടെ, ആലപ്പുഴ ആട്ടെ, പത്തനംതിട്ട, പാലക്കാട് ഇതുപോലുള്ള പത്തനംതിട്ട. ഒരു കാര്യം ഉറപ്പാണ്, ഇത്തവണ വോട്ട് പഴയ തെരഞ്ഞെടുപ്പിനേക്കാൾ, അതായത് കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പിനേക്കാൾ എല്ലാ മണ്ഡലങ്ങളിലും 20 മണ്ഡലങ്ങളിലും വോട്ട് കൂട്ടുന്ന സ്ഥാനാർത്ഥികളാണ്. വോട്ട് കൂടും എന്ന കാര്യത്തിലൊരു സംശയമില്ല. ജയവും പരാജയവും ഒക്കെ നിർണ്ണയിക്കുന്ന തെരഞ്ഞെടുപ്പ്. എന്നാലും BJPക്ക് സാധ്യതകളുണ്ട്. സാധ്യതകൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയാത്ത ചില മണ്ഡലങ്ങളുണ്ട്, എങ്കിലും സാധ്യതകൾ വളരെ കൂടുതലാണ്. 20 മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികൾ. ഇപ്രാവശ്യത്തെ വോട്ടിംഗ് 1ാം ഘട്ട പോളിംഗ് കഴിയുമ്പോൾ പക്ഷേ ഒരു നിരാശ ഉണ്ടാകുന്ന തരത്തിലുള്ള വാർത്തകളാണ് വരുന്നത്. 63% വോട്ട് നടന്നിട്ടില്ല എന്നുള്ളത്.
അത് പക്ഷേ എന്തിൻ്റെ സൂചനയാണ് എന്നുള്ളത് നമുക്ക് കൃത്യമായി പറയാൻ കഴിയില്ല. അത് എവിടെയാണ്, എങ്ങനെയാണ്, അത് ആരാണ് വോട്ട് ചെയ്യാൻ നമുക്ക് മനസ്സിലാക്കാൻ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രശ്നമുണ്ട്. പക്ഷേ ഇനിയുള്ള 6 ഘട്ട പോളിങ്ങുകളുണ്ട്. അതിനകത്ത് മാത്രമാണ് നമുക്ക് ഇതിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു നിലവാരത്തിലേക്ക് എത്താൻ കഴിയൂ. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് രംഗത്ത് കേരളത്തിൽ വലിയ മാറ്റം ഉണ്ടാകും. വലിയ മാറ്റം എന്ന് വെച്ചാൽ ഇപ്പോൾ ശ്രീ പറഞ്ഞ പോലെ വലിയ ബി ജെ പിക്ക് ഉണ്ടാകുന്ന ഒരു മാറ്റം മോദിയുടെ ഒരു തരംഗം, മോദി തരംഗം, കേന്ദ്ര ഭരണത്തിന്റെ ഒരു വിലയിരുത്തൽ, ഒപ്പം തന്നെ സംസ്ഥാന ഭരണത്തിന്റെയും വിലയിരുത്തൽ കൂടിയാവും ഇതെന്ന് അതെന്ന് എം വി ഗോവിന്ദനും സംബന്ധിച്ചിട്ടുണ്ട്. കാരണം സംസ്ഥാന ഭരണത്തിന്റെ കൂടി വിലയിരുത്തലാകുമെന്ന് പറയപ്പെടുമ്പോൾ അത് ഏത് തരത്തിലായിരിക്കും പ്രതിഫലിക്കുന്നതെന്ന് അറിയേണ്ടതുണ്ട്. ഒപ്പം എം ടി രമേശിനെ പോലുള്ളവർ കോഴിക്കോടിന് സ്വത്താണ്. അവർക്ക് വേണമെങ്കിൽ വിജയിപ്പിച്ചെടുക്കാൻ കഴിയും. പക്ഷേ ഇവിടുത്തെ സാധ്യതകളെന്ന് പറയപ്പെടുന്നത് അത്തരത്തിലല്ല എന്ന് പറയുന്നത്. അത്രത്തോളം നമ്മൾ ഈ പറഞ്ഞത് പോളറൈസേഷൻ ഫാക്ടറാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രശ്നമായി നിൽക്കുന്നത്. നമ്മൾ വലിയ പ്രബുദ്ധരാണെന്നും നമ്മൾ മതേതരരാണെന്നും ഒക്കെ നടിക്കുകയാണ്. ഈ മതേതരത്വവും പ്രബുദ്ധതയും ഒക്കെ തെരഞ്ഞെടുപ്പ് കാലത്ത് ഉണ്ടാവാറില്ല. അവിടെയാണ് ഈ BJP സ്ഥാനാർത്ഥികൾ പലപ്പോഴും പരാജയപ്പെട്ടു പോകും. നമ്മൾ UP നോക്കി അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളെ നോക്കി നമ്മളെപ്പോഴും മറ്റുള്ളവരെപ്പോഴും പരിഹസിക്കുമ്പോഴും അവിടെ ജനാധിപത്യത്തിൻ്റെ യഥാർത്ഥ വശങ്ങൾ, അതായത് ഇപ്പോൾ അഴിമതി വിരുദ്ധ സമരത്തിലാണെങ്കിൽ കേരളത്തിലാണെങ്കിൽ ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല അരവിന്ദ് കെജ്രിവാളിനെ പോലെ ഒരാൾ അന്ന് ഉയർന്നു വരുമെന്ന് കേരളത്തിൽ ചിന്തിക്കാൻ കഴിയില്ല. കാരണം കേരളത്തിൽ ഇടതിന് ഒന്നുകിൽ കോൺഗ്രസ് അല്ലെങ്കിൽ CPM എന്ന രീതിയിലേക്ക്, കമ്മ്യൂണിസ്റ്റ് എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരികയാണ്. അപ്പോൾ രണ്ട് കാലിലെ മന്തു അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി മറിയുന്നത് പോലെയാണ് കേരളത്തിലെ സാഹചര്യം. പക്ഷേ മറ്റേത് ഫാക്ടർ നോക്കിയാലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ബാക്കി ഏത് സ്റ്റേറ്റിൽ നോക്കിയാലും ഈ അഴിമതി വിരുദ്ധ പോരാട്ടത്തിൽ വളരെ കൃത്യമായി തന്നെ അല്ലെങ്കിൽ സർക്കാരിന്റെ ഫ്ലോകൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പലപ്പോഴും അത് കോൺഗ്രസ് ആണെങ്കിലും BJP ആണെങ്കിലും ഒക്കെ മാറി മാറി ജനങ്ങൾ അവരുടെ ജനാധിപത്യ പ്രക്രിയ കൃത്യമായി അവർ നിലനിർത്തുന്നുണ്ട്, നിർവഹിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ പ്രബുദ്ധരാണെന്ന് പറയുന്നതോ വിദ്യാഭ്യാസം നാട്യം മാത്രമല്ലേ എന്നാണ്. എന്തായാലും കോഴിക്കോടിൻ്റെ ഒരു മുഖം മിക്കവാറും മാറും. അത് മാറേണ്ട ഒരു സാഹചര്യമാണ് ഉള്ളത് എന്നാണ് നമ്മൾ പറഞ്ഞു വെക്കുന്നതെങ്കിൽ കൂടിയും. പക്ഷേ BJPയുടെ സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. പക്ഷേ അവിടെ ഈ MD രമേശ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഒരു സംസ്ഥാന മുഖമാണ്, കേരളത്തിൻ്റെ മാന്യമായ അല്ലെങ്കിൽ BJPയുടെ മാന്യമായ ഒരു മുഖങ്ങളിൽ ഒന്നാണ് MD രമേശ് എന്ന് പറയപ്പെടുന്നത്. ജയിക്കേണ്ട സ്ഥാനാർത്ഥിയുമാണ്. പക്ഷേ സാധ്യതകൾ, ഇപ്പോഴത്തെ ഒരു നിലവാരത്തിലെ സാധ്യതകൾ എന്ന് പറയപ്പെടുന്നത് പലപ്പോഴും MK രാഘവൻ നേടിയെടുത്തിട്ടുള്ള വോട്ടുകളുടെ ഒരു പ്രസക്തി, അത് ആ കോഴിക്കോട് നിയോജക മണ്ഡലത്തിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു ജനസ്വീകാര്യത അദ്ദേഹത്തിനുണ്ടായിരുന്നു. അത് പക്ഷെ കുറച്ചുകൂടി ഒന്ന് വളർന്നിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ. കാരണം അദ്ദേഹം ഇതിന് തൊട്ട് മുമ്പ്, അതായത് ഈ ഭാരത് ജോഡോ യാത്രയൊക്കെ ഇവിടെ രാഹുൽ ഗാന്ധി നടത്തുമ്പോൾ അതിന് പാരലായിട്ട് ഒരു യാത്ര നടത്തിയിട്ടുള്ള ആളല്ലേ ഈ കോഴിക്കോട്ടില് പാരൽ യാത്ര നടത്തിയിട്ടുള്ള ആളാണ് MK രാഘവൻ. അങ്ങനെ MK രാഘവൻ നടത്തിയ യാത്രകൾ ജനഹൃദയങ്ങളിലേക്ക് നടന്നു കയറുകയായിരുന്നു. കൊച്ചുകുട്ടികൾ, ഈ കോളേജിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ വരെ രാഘവേട്ട എന്ന് വിളിക്കുന്നത്. അങ്ങനെ ജനങ്ങളുടെ ഹൃദയങ്ങളിൽ ഒരു ഇടം പിടിച്ച നേതാവ് കൂടിയാണ് രാഘവേട്ടൻ. അതുകൊണ്ട് തന്നെ രാഘവേട്ടൻ്റെ സാധ്യതകളാണ് കോഴിക്കോടിൽ ഒന്നാമത് എന്ന് പറയേണ്ടി വരുന്നു എന്നുള്ളതാണ്. പകരം ഇത്തവണ എന്തായാലും BJPക്ക് വോട്ട് കൂടും. അതുകൂടാതെ ഒരു പക്ഷേ രാഘവേട്ടന്റെ ഒരു ഭൂരിപക്ഷം കുറയാനും, കാരണം സംസ്ഥാന തലത്തിൽ അറിയപ്പെടുന്ന നേതാവൊക്കെ ആണെങ്കിലും ഈ ദേശീയ രാഷ്ട്രീയം ചർച്ച ചെയ്യുമ്പോൾ വികസനങ്ങൾ എത്തിയിട്ടില്ല. നരേന്ദ്രമോദിയോട് ആഭിമുഖ്യമുള്ള ചിലർ, പിന്നെ MT രമേശും കോഴിക്കോടുകാരനാണ്, അപ്പോൾ കോഴിക്കോട് MT രമേശിനോട് ആഭിമുഖ്യമുള്ള ചിലരുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരുപക്ഷെ ഭൂരിപക്ഷം കുറയാനുള്ള സാധ്യത ഇപ്രാവശ്യമുണ്ടെങ്കിലും കോൺഗ്രസിന് UDFന് ഉറപ്പിക്കാവുന്ന. ഇതിൻ്റെ അടുത്ത് ആദ്യം സുറി പറഞ്ഞ ഒരു കാര്യം കൂടിയുണ്ട്. അതാണ് ഈ ന്യൂനപക്ഷ വോട്ടുകൾ. 27% വരുന്ന കേരളത്തിലെ മുസ്ലിം വോട്ടുകളുണ്ട്. അവരുടെ വോട്ടുകൾ നിർണായകമാകും. അത് കേരളത്തിൽ അങ്ങനെ തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് പലപ്പോഴും UDFും LDFും ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിക്കുവാനുള്ള വോട്ടം നടത്തും. തീർച്ചയായിട്ടും പക്ഷേ LDFിൻ്റെ പ്രീണനം എന്ന് പറഞ്ഞാൽ ചില്ലറ പ്രീണനമല്ല. അതായത് കഴിഞ്ഞ ദിവസം നമ്മുടെ ആറ്റിങ്ങലിലെ സ്ഥാനാർത്ഥി ജോയി പുതുമണവാളനായിരിക്കുന്നു, ചുറ്റിലും മണവാട്ടികൾ ഒപ്പന കളിക്കുന്നു. സത്യത്തിൽ ഈ ന്യൂനപക്ഷങ്ങളെ ഇത്രയധികം ചൂഷണം ചെയ്യുകയാണ് ഈ പാർട്ടികൾ എന്ന് പറയാം. കാരണം ഈ ന്യൂനപക്ഷ കാർഡ് ഇറക്കിക്കൊണ്ട് അത് അവരെ ചൂഷണം ചെയ്യുകയാണ്. യഥാർത്ഥത്തിൽ ആ ന്യൂനപക്ഷങ്ങൾ അത് മനസ്സിലാക്കണം. കേരളത്തിൽ നമ്മൾ നോക്കിയപ്പോൾ ന്യൂനപക്ഷങ്ങൾക്കെതിരാണ് BJP എന്ന് പറയാൻ ഇവർ ഉയർത്തിക്കാട്ടുന്ന ഒരു വിഷയം മണിപ്പൂറാണ്. മണിപ്പൂർ വിഷയം ഇന്നും ഇന്നലെയുമുള്ള വിഷയമല്ല. കോൺഗ്രസ് ഭരിക്കുന്ന കാലത്തും മണിപ്പൂർ വിഷയം ഉണ്ടായിരുന്നു. ആ മണിപ്പൂർ വിഷയം BJP ഭരിക്കുന്ന കാലത്ത് ഉണ്ടായാൽ മാത്രം അത് വലിയ പ്രശ്നമാക്കുകയും അല്ലെങ്കിൽ അതിനെ ഒരു രണ്ട് ഗോത്രവർഗ്ഗങ്ങൾ തമ്മിലുള്ളത് വർഗീയ കലാപമാക്കി മാറ്റിയും ഒക്കെ ചെയ്ത് സാധാരണ ന്യൂനപക്ഷങ്ങളെ, പക്ഷേ എനിക്ക് തോന്നുന്നു
ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്കിടയിൽ വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട്. ക്രിസ്ത്യൻ വിഭാഗക്കാർ ഈ ന്യൂനപക്ഷ പ്രീണനം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഇനി മനസ്സിലാക്കാനുള്ളത് മുസ്ലിം വിഭാഗക്കാരാണ്. അതിലെ നല്ലൊരു വിഭാഗം ഇപ്പോൾ വലിയ രീതിയിലുള്ള എതിർപ്പുകൾ BJPയോട് കാണിക്കുന്നില്ല. നമുക്കറിയാം, മലപ്പുറത്തെ സ്ഥാനാർത്ഥി തന്നെ മുസ്ലിം സ്ഥാനാർത്ഥിയാണ്. നിരവധി സ്ത്രീകൾ, അധിക മീണ, അങ്ങനെ നിരവധി പേർ, നുസ്രത് ജഹാൻ, അങ്ങനെ നിരവധി പേർ BJPയോട് അടുത്ത് വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ കാണിക്കുന്ന ഒരു മാറ്റത്തിലേക്ക് തന്നെയാണ്. ഈ ന്യൂനപക്ഷങ്ങളെ ചൂഷണം ചെയ്യുന്ന കാര്യം അവർ തിരിച്ചറിയും. അല്ല, അതാണ് പറയുന്നത്. ഈ LDFും UDFും ന്യൂനപക്ഷങ്ങളോടൊപ്പം, അതായത് മുസ്ലിം ലീഗ് അല്ലെങ്കിൽ ലീഗുമായിട്ട് ബന്ധപ്പെട്ട സമസ്ത, സുന്നി വിഭാഗം, ഇങ്ങനെയുള്ള എല്ലാ മേഖലകളുള്ള ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ളവരുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കുന്നതിന് വല്ലാതെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ന്യൂനപക്ഷങ്ങൾ, അതായത് അവരുടെ വോട്ട് നേടിയെടുക്കാൻ ഇടതുപക്ഷവും വലതുപക്ഷവും ഒപ്പം തന്നെ രണ്ടുപേരും പറയുന്ന പൗരത്വ ഭേദഗതി നിയമം SDP എന്ന് പറയപ്പെടുന്നത് പഴയ പോപ്പുലർ ഫ്രണ്ടിന്റെ വകഭേദം വന്ന ഒരു സാധനം. എന്നിട്ട് പോലും കോൺഗ്രസിന് പ്രശ്നമില്ല എന്നുള്ളത്. കോൺഗ്രസിന് പ്രശ്നമില്ല എന്ന് മാത്രമല്ല, അവർ ആർക്ക് പിന്തുണ കൊടുത്താലും ഇടതിനും വലതിനും ഒരുപോലെ സ്വീകരിക്കും. ഒരു സമീപനം. മാത്രമല്ല മദനിയുടെ PDP LDFിനാണ് പിന്തുണ പ്രഖ്യാപിച്ചത്. അതെപ്പോഴും, കാരണം പൊന്നാനിയിലൊക്കെ നിർത്തി മത്സരിപ്പിച്ചതൊക്കെ അങ്ങനെയാണല്ലോ. പക്ഷേ ഈ 27% വരുന്ന മുസ്ലിങ്ങളിൽ ഇപ്പോൾ ഇവർ കാണുന്ന ഒരു പ്രത്യേകത ഈ പൗരത്വ ഭേദഗതിയുമായി ബന്ധപ്പെട്ടിട്ടാണ്. പക്ഷേ അതിൻ്റെ യഥാർത്ഥ വസ്തുത മനസ്സിലാക്കി കഴിയുമ്പോൾ അത് ഞാൻ പശ്ചിമ ബംഗാളുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമുണ്ട്. പശ്ചിമ ബംഗാളിൽ ഈ പറയുന്ന അതേ മുസ്ലിങ്ങൾ അല്ലാഹു അക്ബർ വിളിച്ചുകൊണ്ട് BJPയുടെ കൊടി കയ്യിലേന്തി താമരയ്ക്ക് വോട്ട് ചെയ്യാൻ പോകുക. അങ്ങനെ വോട്ട് ചെയ്യാൻ തയ്യാറാണെന്ന് പറയപ്പെടുന്ന ഒരു മുസ്ലിം സഹോദരന്മാരെ കാണാൻ പശ്ചിമ ബംഗാളിൽ. അങ്ങനെ പശ്ചിമ ബംഗാളിൽ അത് നടക്കുമെങ്കിൽ ഇങ്ങനെ കേരളത്തിൽ നടക്കുവാൻ ഒരു സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഒരു ബുദ്ധിമുട്ടില്ല. അതുകൊണ്ട് ഞാൻ ഒരിക്കലൊരു വീഡിയോ നമ്മുടെ ഭാരത് ലൈവ് വഴി ചെയ്തിട്ടുള്ളത് NDAയുടെ മുന്നണിയാകാൻ മുസ്ലിം ലീഗ് ഉണ്ടാകുമെന്ന് പറയപ്പെടുന്നത്. അത് വളരെ വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങളാണ്. ഉണ്ടാവുക തന്നെ ചെയ്യും, സ്വാഭാവികമായിട്ടും അത് ഉണ്ടാവുക. അധികാര സ്ഥാനങ്ങളിൽ നിന്ന് മാറി നിൽക്കുവാൻ മുസ്ലിം ലീഗ് അടക്കമുള്ള പാർട്ടികൾക്ക് വളരെ പ്രയാസമാണ്. കാരണം 10 വർഷമായി കഴിഞ്ഞിരിക്കുന്നു അധികാര സ്ഥാനങ്ങളിൽ നിന്ന് മാറി നിന്നിട്ട് ഇനിയും ഒരു 5 വർഷം കൂടി മാറി നിൽക്കുക എന്ന് പറയപ്പെടുന്നത് അവർക്ക് ബാലികേറ. അതുകൊണ്ട് തന്നെ അവരുടെ ചിന്തകളെന്ന് പറയപ്പെടുന്നത് ഇനിയൊരിക്കലും ഈ കോൺഗ്രസ് പ്രസ്ഥാനം രക്ഷപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ അവരോടൊപ്പം നിൽക്കുന്ന കാര്യമില്ല എന്നുള്ളത് കൊണ്ട് കോൺഗ്രസിൽ രണ്ടാം നിര നേതാക്കന്മാരില്ലെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഏതാണ്ട് നേതാക്കന്മാരുടെ നിരയില്ലാത്തൊരു പാർട്ടിയായി ഉള്ള നേതാക്കന്മാരെ അകറ്റി ഓടിക്കുകയും KC വേണുഗോപാലിനെ പോലുള്ളവർ പാർട്ടിയെ ഹൈജാക്ക് ചെയ്യുകയും ചെയ്ത സാഹചര്യത്തിൽ ഇനി കോൺഗ്രസിന് റിവൈവൽ ഉണ്ടെന്ന് തോന്നുന്നില്ല. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയുടെ കാര്യത്തിലാണെങ്കിൽ എന്തു വിഡ്ഢിത്തരവുമാണ് രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച് കേരളത്തിൽ വന്നാൽ പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യണം. നേരെ മറിച്ച് അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതിൽ വലിയ പ്രതിഷേധമുണ്ട്. എന്താണ് രാഹുൽ ഗാന്ധി ലക്ഷ്യം വെക്കുന്നതെന്നോ സംസാരിക്കുന്നതെന്നോ യഥാർത്ഥത്തിൽ രാഷ്ട്രീയം അറിയാത്ത ഒരാളാണ് രാഹുൽ ഗാന്ധി. തീർച്ചയല്ലേ, എന്തിനാണ് രാഹുൽ ഗാന്ധിയെ പാവം സത്യത്തിൽ സഹതാപം തോന്നുകയാണ്. രാഹുൽ ഗാന്ധിക്ക് സത്യത്തിൽ പൊളിറ്റിക്സ് അറിയില്ല. രാഹുൽ ഗാന്ധിയെ എഴുതി വെച്ചു കൊടുക്കപ്പെട്ട, അതായത് ഈ ഗിനിപ്പന്നികളെയൊക്കെ വെള്ളക്കുന്ന പോലെ തീർച്ചയായും അതിന് ഈ KC വേണുഗോപാൽ എന്ന് പറയപ്പെടുന്ന നേതാവ് താൻ എന്തോ അതും അങ്ങനെ തന്നെയാണ്. അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അദ്ദേഹം അർഹതയില്ലാത്ത അനർഹമായ സ്ഥാനങ്ങൾ, അനർഹനായിട്ടുള്ള വ്യക്തിയാണ്. അർഹതപ്പെട്ട സ്ഥാനങ്ങളിലേക്ക് എത്തപ്പെടുന്നില്ല എങ്കിൽ കൂടിയും അദ്ദേഹം അവിടെ അർഹതയില്ലാതെ എത്തപ്പെടുകയാണ്. അതുകൊണ്ടാണ് സംഘടനാ ജനറൽ സെക്രട്ടറി ഒക്കെ ആയിട്ട് KC വേണുഗോപാലിലേക്ക് വയ്ക്കുക എന്ന് വെച്ചാൽ ആ പാർട്ടി മരിച്ചു എന്നാണ് അർത്ഥം. അങ്ങനെ മരിച്ചുപോയ പാർട്ടിയാണിത്. അപ്പോൾ അങ്ങനെ കോൺഗ്രസ് മരിച്ചു കഴിഞ്ഞു. ഈ തെരഞ്ഞെടുപ്പോട് കൂടി 2024 തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ വിദേശത്തേക്ക് പോവുക എന്നുള്ളത് മാത്രമാണ് രാഹുൽ ഗാന്ധി. ഒപ്പം അതിനകത്ത് ഇനിയെങ്കിലും നട്ടലുള്ള ഏതെങ്കിലുമൊക്കെ നേതാക്കളുണ്ടെങ്കിൽ ഈ KC വേണുഗോപാലിനെ ചവിട്ടി പുറത്താക്കും, ഈ പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്താക്കും. മനസ്സിലായില്ല, അല്ലെങ്കിൽ കേരളത്തിൽ എവിടെയെങ്കിലും കൊണ്ടിരുത്തും. അങ്ങനത്തെ ഒരു സ്ഥിതിവിശേഷം ഉണ്ടായാൽ മാത്രമേ ഇനി ഒരു പാർട്ടിക്ക് ഉണ്ടാവുള്ളൂ. അങ്ങനെ ഉണ്ടാകുന്ന ഒരു സമയം ഉണ്ടാകുമായിരിക്കാം. പക്ഷേ അതിന് രാഹുൽ ഗാന്ധിയൊക്കെ മാറി നിൽക്കേണ്ടി വരും. അങ്ങനത്തെ സ്ഥിതിവിശേഷം നമ്മൾ പറഞ്ഞു വന്നത് കോഴിക്കോടുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിൽ മുസ്ലിങ്ങൾ എന്ന് പറയപ്പെടുന്നതിനെ പ്രീണിപ്പിച്ചുകൊണ്ട് ഇടതിനും വലതിനും മുന്നോട്ട് പോകുന്നതിന് ഇനി അധിക ദൂരം പോകേണ്ടി വരില്ല. അതായത് എല്ലാവരും ലക്ഷ്യം വെക്കുന്നത്, ഇടതും വലതും ലക്ഷ്യം വെക്കുന്നത് CAA ആണ്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാകുന്നു, മുസ്ലിം പോളറൈസേഷൻ ആണ് ഇവർ. അതാണ് ഞാൻ പറഞ്ഞത്. അതിന്റെ മുസ്ലിം പോളറൈസേഷൻ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഈ പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവന്നതായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ പറയുന്നത്. കാരണം ഒരു കാലത്ത് ഇവരാരും ഭരണത്തിൽ വരില്ലെന്ന് ഉറപ്പാണ് ഈ തെരഞ്ഞെടുപ്പ്. വന്നാൽ പോലും ഭാരതത്തിലെ മുസ്ലിങ്ങളെ ഇറക്കി വിടുമെന്ന് എവിടെ പറഞ്ഞിരിക്കുന്നു? അതെ, പറഞ്ഞിട്ടില്ല. ഭാരതത്തിലെ മുസ്ലിങ്ങളെ പൗരത്വ ഭേദഗതി ഒരു കൃത്യമായ ഐഡന്റിഫിക്കേഷൻ ഉണ്ടാക്കും. അതെ, ഐഡന്റിഫിക്കേഷൻ ഉണ്ടാവും. 2014 ഡിസംബർ 31 വരെ ഇവിടെ ഉണ്ടായിട്ടുള്ളവർക്ക് അവർക്ക് ഭാരതീയ പൗരത്വം കൊടുത്തിട്ടുണ്ട്. ഇത് നടപ്പാക്കുമെന്ന് പറയപ്പെടുന്ന പിണറായി വിജയൻ അടക്കമുള്ളവർ കേരളത്തിൽ ഡിറ്റൻഷൻ സെന്ററുകൾ പോലും സ്ഥാപിച്ചു കഴിഞ്ഞു. അനധികൃതമായി വരുന്ന കുടിയേറ്റക്കാരുടെ പ്രശ്നമാണ് ഈ പ്രശ്നം. അത് മനസ്സിലാക്കാതെ അതിനെ തെറ്റിദ്ധരിപ്പിച്ചു കേരളത്തിലെ ജനങ്ങൾക്ക് എന്താ വിദ്യാഭ്യാസമില്ല. ഇത് മനസ്സിലാക്കാനുള്ള രാഷ്ട്രീയ ബോധ്യം കേരളത്തിലെ ജനങ്ങൾക്കുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ അത് കൃത്യമായി തന്നെ ഇത് കുറച്ചുകൂടെ വളരെ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ് കേട്ടോ. ഈ പൗരത്വ ഭേദഗതി നിയമം ഇവിടെ മുസ്ലിങ്ങൾ ഇവിടെ നിന്ന് ആട്ടിപ്പായിക്കാനാണ് എന്നുള്ളത് സത്യം പറഞ്ഞാൽ നല്ല വലിയൊരു ചർച്ച. തെറ്റിദ്ധരിപ്പിക്കാൻ അവരെ ഒരിക്കലും പറഞ്ഞു വിടുന്നില്ല.
പറയുന്നില്ല. ഭാരതത്തിലെ മുസ്ലിങ്ങൾ, കേരളത്തിലെ മുസ്ലിങ്ങൾ ഒരിവിടെ തന്നെ ഉണ്ടാകും. പക്ഷേ 2014 ഡിസംബർ 31 വരെ ഉള്ളവർക്ക് കൂടെ പൗരത്വം കൊടുത്തിട്ടുണ്ട്. ഇനി അതിനുശേഷം വന്നിട്ടുള്ളവർക്ക് ഏതെങ്കിലും തരത്തിൽ അനധികൃതമായിട്ട് വരികയോ അവർ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന്, അഫ്ഗാനിസ്ഥാനിൽ നിന്നോ പാകിസ്ഥാനിൽ നിന്നോ ബംഗ്ലാദേശിൽ നിന്നോ നേപ്പാളിൽ നിന്നോ ഭൂട്ടാനിൽ നിന്നൊക്കെ അനധികൃതമായി കടന്നു കയറപ്പെട്ട തീവ്രവാദ മുഖമുള്ള ന്യൂനപക്ഷങ്ങളെയാണ് മാറ്റി നിർത്തുന്നത്. ബാക്കിയുള്ള 6 വരുന്ന ജാതിക്കാരെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള മതത്തിൽ വിശ്വസിക്കുന്നവരെ വീണ്ടും. അപ്പോൾ എന്തുകൊണ്ടാണ് അത് ചെയ്യുന്നത്? മാത്രം മുസ്ലിങ്ങളെ തീവ്രവാദികളായിട്ടുള്ളവരെ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നത്. അത് രാജ്യത്തിന്റെ അഖണ്ഡതയിൽ കാത്തു സൂക്ഷിക്കുക, രാജ്യത്തെ സുരക്ഷിതമാക്കുക എന്നുള്ളതിന് വേണ്ടി എടുക്കുന്ന തീരുമാനം. അതെ, മറ്റേത് വിദേശ രാജ്യത്തേക്ക് പോകണമെങ്കിലും നമുക്ക് വിസയും പാസ്പോർട്ടും ഒക്കെ വേണം. പക്ഷെ നമ്മൾ ഇവിടേക്ക് വരുന്ന എല്ലാവരെയും ഇവിടെ നിർത്തണം. അതൊരു ഇത്രയും ചെറിയ ഒരു രാജ്യത്ത് വരുന്നവരെല്ലാം ഇവിടെ നിർത്തണം. അവർക്കൊന്നും ഒരു പ്രശ്നവും ഉണ്ടാകരുത്. ഇപ്പൊ കേരളത്തിലെ അതിഥി തൊഴിലാളികളുടെ പ്രശ്നം പോലെ തന്നെ ആരാ എന്താ ഏതാണെന്നറിയാത്ത കുറേ ആൾക്കാർ ഇവിടെ വന്നുകൂടുന്നു. അവർ കൊലപാതകങ്ങൾ നടത്തുന്നു. എന്നിട്ടും അവരെ അതിഥി തൊഴിലാളികളെന്ന് പറഞ്ഞുകൊണ്ട് അവരെ സ്വീകരിക്കണമെന്നും അവരെ നമ്മുടെ വീടുകളിൽ കൊണ്ട് താമസിപ്പിക്കണമെന്ന് ഇനി പറയുന്ന കാലം വിദൂരമല്ല. ഈ വോട്ട് ബാങ്കായി ഇവർ മാറുന്നിടത്തോളം കാലം നാളെ ഒരു പക്ഷേ എല്ലാ വീടുകളിലും ഈ 2 പേരെ താമസിപ്പിക്കണമെന്ന് പിണറായി വിജയനെ പോലുള്ളവർ വിധി എഴുതിയാൽ പോലും അതിൽ അതിശയിക്കേണ്ടതില്ല. അങ്ങനെ ഒരു നിയമം പോലും പാസ്സാക്കാനുള്ള സാധ്യതകൾ, വിദൂര സാധ്യതകൾ ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ. തീർച്ചയായിട്ടും എനിക്കതിനകത്ത് പറഞ്ഞു വെക്കാനുള്ള എത്രയേ ഉള്ളൂ. ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിക്കുന്ന ഇടതുപക്ഷമാണെങ്കിലും വലതുപക്ഷമാണെങ്കിലും ഇത്രയും കുറച്ചുപേരെ എല്ലാ കാലത്തും കുറച്ചു കാലത്തും പറ്റിക്കാമെന്നല്ലാതെ എല്ലാ കാലത്തും പറ്റിക്കാമെന്നുള്ള നിങ്ങളുടെ മോഹം നടക്കില്ല. കാരണം ഈ ന്യൂനപക്ഷങ്ങളും മുസ്ലിങ്ങളും തിരിച്ചറിയാൻ പോവുകയാണ് അവരെ ഒരിക്കലും ഭാരതത്തിൽ നിന്ന് പുറത്താക്കുന്ന ഒരു ബില്ലല്ല പൗരത്വ ഭേദഗതി ബിൽ എന്നുള്ളതുകൊണ്ട് അവർ ആ തിരിച്ചറിവിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങളും ഭാരതീയരാണെന്ന് അവർ വിശ്വസിക്കപ്പെടുകയും നരേന്ദ്രമോദിയോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഈ പശ്ചിമ ബംഗാളിൽ കണ്ട അല്ലാഹു അക്ബർ വിളികൾ ഇങ്ങനെ മുഴക്കിക്കൊണ്ട് അവർ താമര ചിഹ്നത്തിലേക്ക് വോട്ട് ചെയ്യുന്ന, NDയോടൊപ്പം ചേരുന്ന, BJPയുടെ ഭാഗമാകുന്ന അതാണ് സംഭവിക്കാൻ പോകുന്നത്. ഈ ഇടതിനും വലതിനും ഒക്കെ കുറച്ചു കാലം കൂടി ഇവരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചിന്തിക്കാം. പക്ഷേ ഈ തെരഞ്ഞെടുപ്പോടുകൂടി അതിന് മാറ്റം ഉണ്ടാകുന്നില്ല. എന്തായാലും വിധി നിർണ്ണയിക്കുന്ന കോഴിക്കോട് രാഘവേട്ടന് തന്നെയാണ് കുറച്ചുകൂടെ കൈ എന്ന് പറയുന്നത്. രമേശ് വളരെ പിന്നിലുണ്ട്. MD രമേശിന് കൂടി സാധ്യതയുള്ള മണ്ഡലമാണ്. പക്ഷെ വരും തെരഞ്ഞെടുപ്പുകളിൽ ഇതിന്റെ മുഖം മാറുകയും BJP എന്ന് പറയപ്പെടുന്നത് ശക്തമായ സാന്നിധ്യമായി മാറുകയും ചെയ്യുന്ന ഒരു അവസ്ഥ കോഴിക്കോട് ഉണ്ടാവുകയും ചെയ്യുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് UDF ചിലപ്പോൾ പ്രതീക്ഷിക്കാവുന്ന ഒരു മണ്ഡലങ്ങളിൽ ഒന്നുകൂടിയാവും കോഴിക്കോട്.